ദൈവം മനുഷ്യനെ സ്വന്തം രൂപത്തിൽ സൃഷ്ടിച്ചു. സകല അധികാരവും അവന് നൽകി. അവൻ ഭൂമിയുടെ അധികാരിയായി. പക്ഷേ അഹങ്കാരം അവനിലെ മനുഷ്യനെ ചിലപ്പോഴെല്ലാം നശിപ്പിക്കുന്നു. എന്നാൽ സാത്താൻ മനുഷ്യനുമേൽ വിജയം വരിക്കാൻ ദൈവം ഒരിക്കലും അനുവദിക്കില്ല. കനിവുള്ള മനുഷ്യമുഖങ്ങൾ കാലം മായ്ക്കാത്ത ചിത്രങ്ങളാണ്. സലാല സെന്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് ചർച്ച് സൺഡേ സ്കൂൾ കുട്ടികൾ അവതരിപ്പിക്കുന്ന നാടകം മാനവത്വം. രചന സംവിധാനം അനുഷ. ഇപ്പോൾ സർവവും എന്റെ കാൽ കീഴിൽ. വിഡ്ഢിയായ മനുഷ്യൻ, നീ എന്തറിയുന്നു? എല്ലാം നിന്റെ കാൽ കീഴിലാക്കിയെന്ന് നീ വിശ്വസിച്ചു. പാവം, എന്റെ കയ്യിൽ നിന്ന് നിനക്ക് മോചനമില്ല. അയ്യോ, നീ എന്നെ മറന്നുപോയോ? ഞാനാണ് മുന്തിരിവള്ളി. നിറയെ മധുരമൂറുന്ന പഴങ്ങൾ എന്നും നിനക്ക് തരുന്നത് നീ ഓർക്കുന്നില്ലേ? ശരി ശരി, നിന്റെ വീമ്പ് പറച്ചിലൊന്നും കേൾക്കണ്ട. എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത നീയാണോ മധുരമുള്ള മുന്തിരിപ്പഴങ്ങൾ ഒരുക്കുന്നത്? എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ശരിയാണ്, എനിക്ക് നേരെ നിൽക്കാൻ കഴിയില്ല. മറ്റുള്ളവരുടെ സഹായത്താൽ മാത്രമേ എനിക്ക് വളരാൻ കഴിയൂ. ഏതെങ്കിലും മരത്തിൽ വലിഞ്ഞു കയറി വേണം വളരാൻ. പക്ഷേ മധുരമൂറുന്ന വീഞ്ഞൊരുക്കാൻ എന്റെ പഴങ്ങൾ തന്നെ വേണം. അതിനെ മറക്കണ്ട. ആരാത്? ഞാനൊരു കുയിലാണ്. മധുരമായി പാടുന്നവളാണ്. ഈ കറുത്ത് കരുതേച്ച നീ മധുരമായി പാടുമെന്നോ? കള്ളം. അത് സത്യം. ഞാൻ കറുത്ത് കരി തേച്ചതുപോലെയാണ്. കാണാൻ സുന്ദരിയൊന്നുമല്ല. എനിക്ക് സ്വന്തമായി കൂടുകൂട്ടാൻ പോലും കഴിയില്ല. പക്ഷേ മരണം വരെ നിങ്ങൾക്ക് വേണ്ടി ഇമ്പമായി പാടാൻ കഴിയും. നീ കേൾക്കുന്നില്ലേ? എത്ര എത്ര കുഞ്ഞുങ്ങളാണ് എന്റെ പാട്ട് ഏറ്റുപാടുന്നത്. എന്റെ രാജ്യത്തിലേക്ക് വന്നിരിക്കുന്ന നീ ആര്? ഞാനൊരു പുഴുവാണ്, ഒരു നിസ്സാരക്കാരൻ. പകൽ വെളിച്ചത്തിൽ ഞാൻ ഇലയുടെ അടിയിൽ ഒളിച്ചിരിക്കും. അല്ലെങ്കിൽ കിളികൾ എന്നെ കൊത്തി തിന്നും. പക്ഷേ എന്റെ പരിണാമകാലം കഴിയുമ്പോൾ ഞാൻ സുന്ദരനായ പൂമ്പാറ്റയായി പറന്നു പറന്നു നടക്കും. കണ്ടിട്ടില്ലേ? എത്ര വാശിക്കാരായ കുഞ്ഞുങ്ങളും എന്നെ കാണുമ്പോൾ പുഞ്ചിരിക്കും. അവർ എന്നോടൊപ്പം കളിച്ചു ചിരിക്കും. അവരെ സന്തോഷിപ്പിക്കാൻ ഒളിഞ്ഞും തെളിഞ്ഞും പറന്നു നടക്കും. ഒടുവിൽ എന്റെ കുഞ്ഞു ചിറകുകൾ കീറി മുറിയും. വേദന കൊണ്ട് തളരുമ്പോഴും ആ കുരുന്നുകളുടെ കുസൃതി നിറഞ്ഞ മുഖത്തെ സന്തോഷം എനിക്ക് ആശ്വാസമാകും. നീ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. നീ ആര്? നിന്റെ പേരെന്ത്? ഞങ്ങൾ മിന്നാമിനുങ്ങകളാണ്. ലോകത്തിന്
നുറുങ്ങുവെട്ടം കൊടുക്കുന്നവരാണ് ഞങ്ങൾ. പകൽ വെട്ടത്ത് ഞങ്ങളെ കാണാനേ കഴിയില്ല. ഞങ്ങൾ വളരെ ചെറുതാണ്, കറുപ്പുമാണ്. നിങ്ങൾക്ക് ഞങ്ങളെ തിരിച്ചറിയാൻ പോലും കഴിയില്ല. പക്ഷേ ഏത് കുറ്റാക്കൂരിട്ടിലും ഏത് വഴി തെറ്റിയവരെയും ഞങ്ങളുടെ കുഞ്ഞു വെളിച്ചത്തിൽ വഴിതെറ്റാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാൻ ഞങ്ങൾ സഹായിക്കുന്നവരാണ്. നീ ആരാ? നിന്റെ ഈ ഭാവം, എല്ലാം തികഞ്ഞവനെന്നുള്ള നിന്റെ ഈ ഭാവം എനിക്ക് അത്ര പിടിക്കുന്നില്ല. ഞാൻ മനുഷ്യനാണ്. ഗോളാന്തരങ്ങളിൽ കൂടൊരുക്കാൻ കഴിയുന്നവൻ, കടലിന്റെ ആഴങ്ങളിൽ സഞ്ചരിക്കാൻ കഴിയുന്നവൻ. ദൈവം എന്നെ അവന്റെ സ്വന്തം സാദൃശ്യത്തിലാണ് ഉണ്ടാക്കിയത്. എന്നെ മനുഷ്യത്വം നൽകി ഭൂമിയിൽ അയച്ചു. എന്നെ ഭൂമിയുടെ അധിപനാക്കി. പക്ഷേ അഹങ്കാരം എന്നിലെ മനുഷ്യത്വത്തെ ചിലപ്പോൾ ഇല്ലാതാക്കി കളയും. ആട്ടെ, കേൾക്കട്ടെ നിന്റെ മനുഷ്യത്വ കഥകൾ. അത് ഒരു വാക്കിൽ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. പിന്നെ നീ കണ്ടതല്ലേ, ദുരന്തങ്ങൾ നമ്മുടെ നാടിനെ തകർത്തപ്പോൾ മുന്നിൽ നിന്ന് ജീവൻ നൽകി നാടിനെ രക്ഷിച്ച എത്ര മനുഷ്യമുഖങ്ങൾ. കൊറോണയ്ക്കെതിരെ, നിപ്പ വൈറസിനെതിരെ, ഭീകരതയ്ക്കെതിരെ പോരാടി ജീവൻ പൊലിഞ്ഞ എത്ര മുഖങ്ങൾ. സന്ദീപ് ഉണ്ണികൃഷ്ണൻ എന്ന ധീര ജവാൻ, കോഴിക്കോട്ടുകാരി ലിനി എന്ന നേഴ്സ്, പെരുവെള്ളത്തിൽ നിന്നും മറ്റുള്ളവർ രക്ഷപ്പെടുവാൻ സ്വന്തം മുതുക് കാട്ടിക്കൊടുത്ത ആ മനുഷ്യ സ്നേഹി, സെപ്റ്റിക് ടാങ്കിൽ വീണ സഹപ്രവർത്തകനെ രക്ഷിക്കാൻ കൂടെ ചാടി ജീവൻ പൊലിഞ്ഞ ആ ധീരൻ. അങ്ങനെ എത്രയെത്ര പേരുകൾ നിനക്ക് കാണാം. അവരെല്ലാം നശിക്കാത്ത മനുഷ്യത്വത്തിന്റെ നിത്യമുഖങ്ങളാണ്. അവർ മതി ഈ ലോകം നശിക്കാതിരിക്കാൻ. അതെ, അവർ മതി ഈ ലോകം നശിക്കാൻ. അതെ, അവർ മതി.